നമസ്കാരം. സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും നിർണായകമായ ഒരു മാറ്റത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. അതായത് 1948-49 കാലഘട്ടത്തിലെ രാധാകൃഷ്ണൻ കമ്മീഷൻ. ഇന്നത്തെ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ സമ്പ്രദായത്തിന്റെ യഥാർത്ഥ അടിത്തറ പാകിയത് ഡോക്ടർ എസ് രാധാകൃഷ്ണന്റെയും ഡോക്ടർ സാക്കിർ ഹുസൈന്റെയും നേതൃത്വത്തിലുള്ള ഈ കമ്മീഷനാണ്. ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ നമ്മുടെ വിദ്യാഭ്യാസ മേഖലയെ രൂപപ്പെടുത്തിയ ആ വലിയ ആശയങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് കണ്ടുനോക്കാം. ശരി, നമുക്ക് നേരെ ഇതിലേക്ക് കടക്കാം. ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഈ വരികൾ കമ്മീഷന്റെ റിപ്പോർട്ടിലെ വളരെ ശക്തമായ ഒരു മുന്നറിയിപ്പാണ്. വിദ്യാഭ്യാസമെന്ന് പറയുന്നത് വെറുമൊരു അഡ്മിനിസ്ട്രേറ്റീവ് കാര്യം മാത്രമല്ല എന്നവർ ഉറച്ചു വിശ്വസിച്ചിരുന്നു. ധാർമ്മിക ബോധമുള്ള പൗരന്മാരെ വാർത്തെടുക്കാനുള്ള ഒരു വലിയ ലക്ഷ്യമായിരുന്നു അവർക്കുണ്ടായിരുന്നത്. വെറുതെ കുറച്ച് വിവരങ്ങൾ മാത്രം തലയിൽ കുത്തി നിറച്ച് മനസ്സാക്ഷിയില്ലാത്ത ശാസ്ത്രജ്ഞരെ സൃഷ്ടിക്കുന്നത് ഒരു സമൂഹത്തിന് എത്രത്തോളം അപകടകരമാണെന്ന് അവർ അന്നേ കൃത്യമായി തിരിച്ചറിഞ്ഞിരുന്നു. അപ്പോൾ ഈ വിശകലനത്തിൽ നമ്മൾ പ്രധാനമായും 5 കാര്യങ്ങളാണ് നോക്കുന്നത്. 1. സ്വതന്ത്ര ഇന്ത്യക്കായുള്ള കാഴ്ചപ്പാട്. 2. വിദ്യാഭ്യാസ സമ്പ്രദായത്തിന്റെ പുനർനിർമ്മാണം. 3. അധ്യാപകരെയും നിലവാരത്തെയും ഉയർത്തുക. 4. സ്ത്രീകളുടെയും ഗ്രാമീണരുടെയും വിദ്യാഭ്യാസം. ഒടുവിലായി ഭരണനിർവഹണവും UGCയും. ഒന്നാമത്തെ കാര്യം, സ്വതന്ത്ര ഇന്ത്യക്കായുള്ള കാഴ്ചപ്പാട്, അതായത് സമ്പൂർണ്ണ മനുഷ്യനെ സൃഷ്ടിക്കുക. റിപ്പോർട്ടിന്റെ 2ാമത്തെ അധ്യായത്തിൽ പറയുന്നത് പുതിയൊരു ജനാധിപത്യ രാജ്യത്തെ വിദ്യാഭ്യാസം, നീതി, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ ആശയങ്ങളാൽ നയിക്കപ്പെടണം എന്നാണ്. ഉത്തമരായ നേതാക്കളെ വാർത്തെടുക്കാൻ ഇത് അത്യാവശ്യമാണ്. ഇവിടെയാണ് കമ്മീഷൻ വളരെ അർത്ഥവത്തായ ഒരു താരതമ്യം നടത്തുന്നത്. ഉപനിഷത്തുകളിലെ ആശയങ്ങൾ വെച്ച് വസ്തുതാപരമായ അറിവും, അതായത് ഇൽമ്, യഥാർത്ഥ ജ്ഞാനവും അഥവാ ഇർഫാൻ, ഇവ തമ്മിലുള്ള വലിയൊരു വ്യത്യാസം അവർ എടുത്തു കാണിച്ചു. എന്തുകൊണ്ടാണ് ഇത് പ്രധാനമാകുന്നത്? വെറുമൊരു പുസ്തകങ്ങളിലെ വിവരങ്ങൾ അറിയുന്നവനായാൽ മാത്രം പോരാ, മറിച്ച് സ്വയം അറിയുന്നവനാകണം. യഥാർത്ഥ ജ്ഞാനമില്ലാതെ വെറും വിവരങ്ങൾ മാത്രം ലഭിക്കുന്നതുകൊണ്ട് ഒരാൾ പൂർണ്ണമായി വിദ്യാസമ്പന്നനാകുന്നില്ല എന്നതാണ് സത്യം. ഇനി വളരെ രസകരമായൊരു കാര്യം നോക്കാം. പലപ്പോഴും പരീക്ഷകളിൽ ചോദിക്കാറുള്ള ഈ ചോദ്യത്തിലൂടെ നമുക്ക് വലിയൊരു തെറ്റിദ്ധാരണ മാറ്റാൻ കഴിയും. കമ്മീഷൻ സെക്കൻഡറി വിദ്യാഭ്യാസവും ഉന്നത വിദ്യാഭ്യാസവും തമ്മിൽ കൂട്ടിച്ചേർക്കാൻ ആഗ്രഹിച്ചിരുന്നില്ല കേട്ടോ. സത്യത്തിൽ അവർ അത് രണ്ടും കർശനമായി വേർതിരിക്കാനാണ് ആവശ്യപ്പെട്ടത്. കാരണം യൂണിവേഴ്സിറ്റി വിദ്യാഭ്യാസമെന്ന് പറയുന്നത് പൂർണ്ണമായ പക്വതയുള്ളവർക്ക് മാത്രം നൽകേണ്ട ഒന്നാണെന്ന് അവർ ഉറച്ചു വിശ്വസിച്ചിരുന്നു. രണ്ടാമതായി നമ്മൾ നോക്കുന്നത് വിദ്യാഭ്യാസ സമ്പ്രദായത്തിന്റെ പുനർനിർമ്മാണം, അഥവാ ഒരു അടിസ്ഥാനപരമായ അഴിച്ചുപണി. അതായത് ഈ വലിയ കാഴ്ചപ്പാടുകളിൽ നിന്നു മാറി കൊളോണിയൽ ഭരണം ബാക്കിവെച്ചുപോയ വലിയ പ്രതിസന്ധികളെ മറികടക്കാനുള്ള ഘടനാപരമായ മാറ്റങ്ങളിലേക്കാണ് നാം ഇനി കടക്കുന്നത്. കമ്മീഷൻ കണ്ടെത്തിയ ഏറ്റവും വലിയൊരു പ്രശ്നമെന്താണെന്നോ? ആ സമയത്തെ നമ്മുടെ സെക്കൻഡറി വിദ്യാഭ്യാസം വളരെ ദുർബലമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ അതൊരു പൈപ്പ്ലൈൻ പോലെ യൂണിവേഴ്സിറ്റിയിലേക്കുള്ള വെറുമൊരു ചവിട്ടുപടി മാത്രമായിട്ടാണ് പ്രവർത്തിച്ചിരുന്നത്. യൂണിവേഴ്സിറ്റി വിദ്യാഭ്യാസം ആവശ്യപ്പെടുന്ന ആ ഒരു സ്വാതന്ത്ര്യവും പക്വതയും വിദ്യാർത്ഥികളിലുണ്ടാക്കാൻ അന്നത്തെ സ്കൂൾ വിദ്യാഭ്യാസത്തിന് കഴിഞ്ഞിരുന്നില്ല. ഇതൊരു അടിയന്തരമായി പരിഹരിക്കേണ്ട പ്രശ്നമായി അവർ ചൂണ്ടിക്കാണിച്ചു. ഈ വലിയ പ്രശ്നത്തിന് പരിഹാരമായിട്ടാണ് അവർ വളരെ പ്രശസ്തമായ ഈ 12 വർഷത്തെ വിദ്യാഭ്യാസ പദ്ധതി മുന്നോട്ടുവെച്ചത്. ഇവിടെ കൃത്യമായി കാണാം, 9 മുതൽ 12 വരെയുള്ള ക്ലാസുകളെ ഉൾപ്പെടുത്തി 4 വർഷത്തെ ഇന്റർമീഡിയറ്റ് കോളേജുകൾ സ്ഥാപിക്കാൻ അവർ ശുപാർശ ചെയ്തു. ഈ 12 വർഷത്തെ പഠനം കഴിയുമ്പോൾ മാത്രമേ സെക്കൻഡറി വിദ്യാഭ്യാസം പൂർണ്ണമാവുകയുള്ളൂ. അതിനുശേഷം മതി കൃത്യമായ പക്വതയോടെയുള്ള 3 വർഷത്തെ ബിരുദ പഠനം. അതുകൊണ്ട് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, വിദ്യാർത്ഥികളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിക്കുന്നത് ഗുണനിലവാരത്തെ വല്ലാതെ ബാധിക്കുമെന്ന് കമ്മീഷൻ കരുതി. അമിതമായ തിരക്ക് ഒഴിവാക്കാനായി ഒരു ടീച്ചിംഗ് യൂണിവേഴ്സിറ്റിയിൽ പരമാവധി 3000 വിദ്യാർത്ഥികൾ മാത്രമേ പാടുള്ളൂ എന്നവർ കർശനമായി നിർദ്ദേശിച്ചു. ഇനി അഫിലിയേറ്റഡ് കോളേജുകളിലാകട്ടെ ഇത് 1500 ആയി കൃത്യമായി നിജപ്പെടുത്തുകയും ചെയ്തു. അതുപോലെ തന്നെ ശ്രദ്ധേയമായ മറ്റൊരു കാര്യമുണ്ട്: പ്രവൃത്തി ദിനങ്ങളുടെ എണ്ണം. ഒരു അക്കാഡമിക് വർഷത്തിൽ പരീക്ഷാ ദിനങ്ങൾ ഒഴിവാക്കിയാൽ തന്നെ ചുരുങ്ങിയത് 180 ദിവസമെങ്കിലും ക്ലാസുകൾ നടന്നിരിക്കണമെന്ന് കമ്മീഷൻ വ്യക്തമാക്കി. ഇവിടെ നമ്മളെ ശരിക്കും അത്ഭുതപ്പെടുത്തുന്ന കാര്യമെന്നാന്നോ? അക്കാലത്ത് ചില സർവകലാശാലകൾ വെറും 120 ദിവസം മാത്രമായിരുന്നു പ്രവർത്തിച്ചിരുന്നത്. അതാണ് ഇത്രയും കർശനമായ ഒരു നിർദ്ദേശത്തിലേക്ക് അവരെ നയിച്ചത്. മൂന്നാമത്തെ വിഭാഗം, അധ്യാപകരെയും നിലവാരത്തെയും ഉയർത്തുക. വിദ്യാഭ്യാസത്തിന്റെ അടിസ്ഥാന ശിലയായി അവർ കണ്ടത് അധ്യാപകരെയാണ്. കുറഞ്ഞ ശമ്പളം കാരണം കഴിവുള്ള പലരും അധ്യാപന മേഖല വിട്ട് വ്യവസായ മേഖലകളിലേക്ക് പോകുന്നത് കമ്മീഷൻ വലിയൊരു അപകടമായാണ് കണ്ടത്. ശരി, ഇനി ഈ ഘടന എങ്ങനെയായിരുന്നു എന്ന് നമുക്ക് നോക്കാം. അധ്യാപകർക്കായി പ്രധാനമായും 4 തലങ്ങളുള്ള ഒരു പുതിയ ഘടന അവർ നിർദ്ദേശിച്ചു: പ്രൊഫസർ, റീഡർ,
ലെക്ചറർ എന്നിവർക്ക് പുറമെ നാലാമതായി ഇൻസ്ട്രക്ടർ എന്നൊരു പുതിയ തസ്തിക കൂടി അവർ അവതരിപ്പിച്ചു. വർദ്ധിച്ചുവരുന്ന വിദ്യാർത്ഥികൾക്ക് വ്യക്തിപരമായ ശ്രദ്ധയും ട്യൂട്ടോറിയൽ സഹായവും നൽകുക എന്നതായിരുന്നു വലിയ സാമ്പത്തിക ബാധ്യതയില്ലാത്ത ഈ പുതിയ തസ്തികയുടെ പ്രധാന ലക്ഷ്യം. ഇവിടെ മറ്റൊരു കാര്യം കൂടി അവർ എടുത്തു പറഞ്ഞു. സർവീസിലെ സീനിയോറിറ്റി മാത്രം അടിസ്ഥാനമാക്കി പ്രൊമോഷൻ നൽകുന്ന രീതിയെ കമ്മീഷൻ നിശിതമായി വിമർശിച്ചു. അതായത്, വെറുതെ കുറച്ചുകാലം സർവീസിൽ ഇരുന്നു എന്നതുകൊണ്ട് മാത്രം ഒരാൾക്ക് പ്രൊമോഷൻ കിട്ടാൻ പാടില്ല. അധ്യാപകരുടെ ബൗദ്ധികമായ മികവും അറിവും വിലയിരുത്തിക്കൊണ്ട് പൂർണ്ണമായും മെറിറ്റ് അടിസ്ഥാനത്തിൽ മാത്രമേ സ്ഥാനക്കയറ്റം നൽകാവൂ എന്ന് അവർ ഉറപ്പിച്ചു പറഞ്ഞു. നാലാമതായി, സ്ത്രീകളുടെയും ഗ്രാമീണരുടെയും വിദ്യാഭ്യാസം, അതായത് ചക്രവാളങ്ങൾ വികസിപ്പിക്കുന്നു. റിപ്പോർട്ടിന്റെ തന്നെ ഏറ്റവും പുരോഗമനപരമായ ആശയങ്ങളാണിവ. വിദ്യാസമ്പന്നരായ സ്ത്രീകളില്ലാതെ വിദ്യാസമ്പന്നരായ ഒരു ജനത ഒരിക്കലും ഉണ്ടാകില്ല എന്ന് കമ്മീഷൻ അസന്ദിഗ്ധമായി പ്രഖ്യാപിച്ചു. സ്ത്രീ വിദ്യാഭ്യാസത്തെക്കുറിച്ച് വളരെ വ്യക്തവും പ്രായോഗികവുമായ ഒരു നിലപാടാണ് അവർക്കുണ്ടായിരുന്നത്. പുരുഷന്മാരെപ്പോലെ തന്നെ അക്കാഡമിക് കാര്യങ്ങൾ ചെയ്യാൻ സ്ത്രീകൾക്കും തുല്യമായ കഴിവുണ്ട്. അതിനാൽ തീർച്ചയായും അവർക്ക് തുല്യമായ അവസരങ്ങൾ നൽകണം. എന്നാൽ സമൂഹത്തിൽ പലപ്പോഴും അവരുടെ റോളുകൾ വ്യത്യാസപ്പെട്ടിരിക്കുന്നതിനാൽ രണ്ടു കൂട്ടർക്കുമുള്ള വിദ്യാഭ്യാസ പദ്ധതികൾ എല്ലാ അർത്ഥത്തിലും തികച്ചും സമാനമാകരുത് എന്നവർ അഭിപ്രായപ്പെട്ടു. ഇത് വളരെ മനോഹരമായി വ്യക്തമാക്കുന്നത് പലപ്പോഴും പരീക്ഷകളിൽ ചോദിക്കാറുള്ള ഈ പ്രത്യേക ചോദ്യത്തിൽ നിന്നാണ്. അവസര സമത്വവും പാഠ്യപദ്ധതിയുടെ സമാനതയും തമ്മിലുള്ള ഈ കൃത്യമായ വ്യത്യാസം തന്നെയായിരുന്നു കമ്മീഷന്റെ പ്രധാന ആശയങ്ങളിലൊന്ന്. അതുപോലെ തന്നെ ഹോം എക്കണോമിക്സ്, നഴ്സിംഗ് തുടങ്ങിയ മേഖലകളെ ശാസ്ത്രബിരുദങ്ങൾക്ക് തുല്യമായ നിലവാരത്തിലേക്ക് ഉയർത്താനും അവർ ഇതിലൂടെ നിർദ്ദേശിച്ചു. ഇത് ശരിക്കും വലിയൊരു മാറ്റമായിരുന്നു. ഒന്നു ചിന്തിച്ചു നോക്കൂ, അക്കാലത്ത് ഇന്ത്യയിലെ ജനസംഖ്യയുടെ 85% ഗ്രാമീണരായിരുന്നു. ഗ്രാമീണരായ വിദ്യാർത്ഥികൾ പഠിക്കാൻ നഗരങ്ങളിലേക്ക് കുടിയേറുന്നതിനു പകരം അവർക്ക് സ്വന്തം ഗ്രാമങ്ങളിൽ തന്നെ പഠിക്കാൻ പ്രത്യേക റൂറൽ യൂണിവേഴ്സിറ്റികളും ഒപ്പം ചെറിയ പീപ്പിൾസ് കോളേജുകളും സ്ഥാപിക്കണമെന്ന് കമ്മീഷൻ ആവശ്യപ്പെട്ടു. ഭക്ഷ്യക്ഷാമം രൂക്ഷമായിരുന്ന ആ സമയത്ത് കൃഷിയെ ഒരു വലിയ ദേശീയ വിഷയമായി കണ്ട് കാർഷിക നയരൂപീകരണത്തിനായി ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിക്കാനും അവർ പദ്ധതിയിട്ടു. അഞ്ചാമത്തെയും അവസാനത്തെയും ഭാഗം ഭരണനിർവഹണവും UGCയും ഒപ്പം സ്വയം ഭരണാവകാശം ഉറപ്പാക്കലും. ഈ വലിയ സ്വപ്നങ്ങളൊക്കെ പ്രായോഗികമായി എങ്ങനെ നടപ്പിലാക്കും എന്നാണ് ഇതിൽ പറയുന്നത്. ഏകാധിപത്യപരമായ ഇടപെടലുകൾ ഇല്ലാതെ കാര്യങ്ങൾ നിർവഹിക്കാൻ കമ്മീഷൻ നിർദ്ദേശിക്കുന്നു. ഉന്നത വിദ്യാഭ്യാസത്തെ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ അവർ ശുപാർശ ചെയ്തു. എന്നുവെച്ചാൽ ഇതിന്റെ ചുമതല കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംയുക്തമായി വഹിക്കണം. അക്കാഡമിക് നിലവാരം ഉറപ്പാക്കാനും ഫണ്ടുകൾ വിതരണം ചെയ്യാനും രാഷ്ട്രീയക്കാർക്ക് പകരം വിദ്യാഭ്യാസ വിദഗ്ധർ അടങ്ങുന്ന കേന്ദ്രീകൃതമായ ഒരു യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷൻ അഥവാ UGC രൂപീകരിക്കണം എന്ന ചരിത്രപരമായ നിർദ്ദേശമുണ്ടായതും ഇവിടെ നിന്നാണ്. അപ്പോൾ ഈ വിശകലനം അവസാനിക്കുമ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളോട് ചോദിക്കട്ടെ. 70 വർഷങ്ങൾക്ക് ശേഷവും ഡോക്ടർ രാധാകൃഷ്ണൻ അന്ന് വിഭാവനം ചെയ്ത ആ യഥാർത്ഥ ജ്ഞാനവും പൂർണ്ണമായ ജീവിതവീക്ഷണവും നമ്മുടെ ഇന്ത്യൻ സർവകലാശാലാ സംവിധാനത്തിന് കൈവരിക്കാനായോ? ഇന്നത്തെ ബിരുദധാരികൾ വെറും വിവരങ്ങൾ മാത്രം അറിയുന്നവരാണോ, അതോ സ്വയം തിരിച്ചറിഞ്ഞവരാണോ? ഈ വിഷയത്തെക്കുറിച്ച് ഒന്നുകൂടി ആഴത്തിൽ ചിന്തിക്കാൻ ഈ ചോദ്യം നിങ്ങളെ സഹായിക്കട്ടെ. ഈ വിശകലനത്തിൽ പങ്കുചേർന്നതിന് നന്ദി.